കൃപ ചെയ്നാഥ, ജന്മത്താൽ രക്ഷിച്ചോന മഷിഹാകാരുണ്യം ചെയ്യുക. ആർദ്രതയാൽ ദൈവം താണു, ബാലിക തന്നുദരേ വാണു. ആർത്തികളും തന്നാങ്യത്താൽ ഭൂതലവും വിറകൊള്ളുന്നു. കൽപ്പനയാൽ അവനേറ്റു മാനുഷിതൻ ബലഹീനാകം. എങ്ങനെയാണെത്യാശ്ചര്യം സൃഷ്ടാവേ പുൽക്കൂടേറ്റു. ത്രിയേക ദൈവത്തിന് സ്തുതി. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. വിളക്ക് കത്തിച്ച് പറയെങ്കിലല്ല തണ്ടിന്മേലത്ര വെക്കേണ്ടത്. ക്രിസ്മസ് നാളുകളിൽ നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ നക്ഷത്രങ്ങൾ തൂക്കുന്നത് പതിവാണല്ലോ. പ്രിയരെ, യേശു ക്രിസ്തുവായ തേജസ്സേറിയ നക്ഷത്രത്തെയാണ് ഇവിടെ ക്രിസ്തു പ്രതിനിധാനം ചെയ്യുന്നത്. ആ നക്ഷത്രത്തെ ഉള്ളിൽ സ്വീകരിച്ച് മറ്റൊരാളിലേക്ക് പകർന്ന് നിത്യജീവന അവകാശികളായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഒന്നോർത്ത് നോക്കൂ, ദിക്കറിയാതെ ചുറ്റുമുള്ള അന്ധകാരത്തെ അതിജീവിച്ച് പ്രകാശത്തെ കണ്ടെത്തിയത് കൊണ്ടാണ് ലോകത്തിന്റെ പ്രകാശമായ യേശു ക്രിസ്തുവിനെ അവർക്ക് കണ്ടെത്തുവാൻ സാധിച്ചത്. അപ്രകാരം ഈ ലോക ജീവിതത്തിലെ അന്ധകാരത്തെ ദൂരീകരിച്ച് നിത്യപ്രകാശമായ യേശു ക്രിസ്തുവിനെ നമുക്ക് ഓരോരുത്തർക്കും കണ്ടെത്തുവാൻ സാധിക്കണം. ക്രിസ്തുവിന്റെ ജന്മസമയത്ത് ഉദിച്ച നക്ഷത്രത്തെ ലോകം ശ്രദ്ധിക്കപ്പെടാതെ പോയപ്പോൾ അതിന്റെ ശോഭയെ കണ്ടെത്തിയ വിദ്വാൻമാരെ പോലെ നമുക്കും ഈ ലോകത്തിന്റെ വെളിച്ചമായ യേശു ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ സാധിക്കണം. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമാകുന്നു. വിശുദ്ധ യോഹന്നാൻ 8:12.